ഒരു സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമയുടെ എല്ലാ ആവേശവും കൂട്ടിയിണക്കി TVK പാർട്ടി നേതാവ് C. ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് മെയ് 10 രാവിലെ 10 മണിക്ക് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 10-അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാനത്തിന്റെ എല്ലായിടത്തും വിജയ് ആരാധകർ ഒരു ഉത്സവ തിമിർപ്പോടെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആഘോഷിക്കുന്നത്. C. ജോസഫ് വിജയ് എന്ന വിജയന്റെ വാക്കുകൾ കേട്ടതോടെ സ്റ്റേഡിയത്തിൽ ആരവങ്ങൾ ഉയർന്നു. സദസ്സിലുണ്ടായിരുന്ന വിജയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഏറെ വികാരഭരിതരായാണ് ഈ നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത്. 59 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പാർട്ടി തമിഴ്നാട് മന്ത്രിസഭയിൽ അംഗമാകുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. DMK സഖ്യത്തിനൊപ്പം ജയിച്ച കോൺഗ്രസിന്റെ 5 MLA-മാരിൽ 2 പേരാണ് വിജയിന്റെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉണ്ടാവുക. CPM, CPI എന്നീ കക്ഷികളും സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ അവർ മന്ത്രിസഭയുടെ ഭാഗമാകാതെ പുറമേ നിന്ന് പിന്തുണ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. AIADMK-യിൽ നിന്ന് എത്തിയ മുതിർന്ന നേതാവായ KA സെങ്കോട്ടയ്യൻ അടക്കമുള്ളവർ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സെങ്കോട്ടയ്യൻ, ആദവ് അർജുന, N. ആനന്ദ്, CTR നിർമ്മൽ കുമാർ, A. രാജ്മോഹൻ, TK പ്രഭു, P. വെങ്കട്ടരാമൻ, S. കീർത്തന, KG അരുൺരാജ് എന്നിവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തവർ. വിജയിന്റെ അടുത്ത സുഹൃത്തും സിനിമാ താരവുമായ തൃഷ ഉൾപ്പെടെയുള്ള പ്രമുഖരും താരങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. 5 ദിവസത്തെ രാഷ്ട്രീയ നീക്കങ്ങളും ഗവർണറുമായുള്ള 4 കൂടിക്കാഴ്ചകളും കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് വിജയിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. 2 വർഷം മുമ്പ് രൂപം കൊണ്ട TVK ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ മുന്നേറ്റം സൃഷ്ടിച്ചാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. ഒട്ടേറെ വെല്ലുവിളികൾക്കും ആശങ്കകൾക്കും ഒടുവിലായിരുന്നു വിജയ്ക്ക് മുഖ്യമന്ത്രി കസേര ലഭിച്ചത്. മെയ് 9 വൈകുന്നേരം VCKയുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ അനിശ്ചിതത്വത്തിന് അവസാനമായി. അതിന് പിന്നാലെ മുസ്ലിം ലീഗും പിന്തുണക്ക് കത്ത് നൽകിയിരുന്നു. അതോടെ TVK കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് അവരുടെ കക്ഷിനില 121 ഉയർത്തി. മെയ് 13 നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാണ് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് ലോക മാതൃദിനം ആഘോഷിക്കുമ്പോൾ മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയ നിമിഷം കൂടെ ആഘോഷിക്കുകയാണ് വിജയിന്റെ അമ്മ ശോഭ ചന്ദ്രശേഖർ. ആ കുടുംബം ഒന്നാകെ ഇന്നത്തെ സന്തോഷത്തിൽ മുങ്ങുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു തീരാ വേദനയുണ്ടാകും. പ്രത്യേകിച്ച് വിജയിന്റെ മനസ്സിൽ. തനിക്ക് സ്വന്തമായുള്ള ഒരേ ഒരു കൂടപ്പിറപ്പ് വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തെ വിട്ടുപിരിയുന്നത്. വിജയുമായി 6 വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു അനുജത്തി വിദ്യക്ക്. വിദ്യയുടെ വിയോഗത്തിന് ശേഷം വിജയ് ഒരുപാട് അന്തർമുഖനായി മാറുകയും ചെയ്തിരുന്നു. ഇന്നും വിജയ് വാങ്ങുന്ന ഓരോ വാഹനത്തിനും അനുജത്തി പിറന്ന ദിവസത്തിലെ അക്കങ്ങൾ ചേർത്ത ഒരു നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഇടുന്നത്. 14/2/1977 വിജയുടെ അനുജത്തിയുടെ ജന്മദിനം. അതിലെ മാസവും വർഷവും ചേർത്ത് തന്റെ വില കൂടിയ കാറുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിലും വിജയ് 0277 എന്ന നമ്പർ പ്ലേറ്റ് വെച്ചു. അതെല്ലാം അദ്ദേഹത്തിന് ഭാഗ്യമായി മാറുകയും ചെയ്തു. തനിക്ക് ഒരു മകൾ പിറന്നപ്പോഴും അനുജത്തിയുടെ ഓർമ്മക്കായി വിദ്യ എന്ന പേരിന് സമാനമായ ദിവ്യ എന്ന പേരാണ് വിജയ് ഇട്ടത്. ദിവ്യ സാഷ എന്നാണ് വിജയുടെ മകളുടെ പേര്. സഹോദരിയുടെ പേരിൽ വിജയ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. തമിഴ്നാട് ഇന്നേ വരെ കണ്ട ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനാണ് ഇന്ന് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി DMK-യും AIADMK-യും മാറി മാറി ഭരിച്ച തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു 3-ാം ബദൽ അധികാരത്തിലെത്തുന്നത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. തമിഴകത്തിന്റെ എല്ലാ പ്രതീക്ഷയും അവരിനി അർപ്പിക്കുന്നത് ജോസഫ് വിജയ് എന്ന തങ്ങളുടെ ദളപതിയിലാണ്. അയാൾ ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, വണ്ണിയാർ ആണോ എന്നൊക്കെ ആലോചിക്കേണ്ട കാര്യമില്ല. അയാൾ ഒരു നല്ല മനുഷ്യൻ ആയാൽ മതി, ഒരു നല്ല ഭരണകർത്താവ് ആയാൽ മതി. അങ്ങനെ ആകാൻ വിജയിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.